ഈ സംഭവം നടക്കുന്നത് എൻ്റെ നാടിനോട് തൊട്ടടുത്ത നാട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഏതാണ്ട് ഒരു 99% കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ആ ഉദ്യോഗസ്ഥന് ഏറ്റ മർദ്ദനം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രമസമാധാനം പാലിക്കാനായിട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിനെ കയ്യേറ്റം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ മേൽ ആക്രമണം നടത്തുക, അത് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, അത് ആരാണെങ്കിൽ പോലും. പക്ഷേ ഈ സംഭവത്തിൻ്റെ വസ്തുതകളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായതെന്നും കൂടെ ചിന്തിക്കേണ്ടത് നമ്മൾ. ഡിവൈഎഫ്ഐയുടെ മേളിൽ മെനക്കെടുമ്പോൾ വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ചെറിയ രീതിയിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. വസ്തുത എന്താണ്? മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലം, കുറവലങ്ങാട് പോലീസ് സ്റ്റേഷൻ അണ്ടറിലുള്ള ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജംഗ്ഷനിൽ 10ാം ക്ലാസ്സിലും പ്ലസ് 1ലും പഠിക്കുന്ന പിള്ളേർ തമ്മിലൊരു ചെറിയ വാക്കേറ്റം ഉണ്ടായി. അതൊരു സംഘർഷത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അവിടെ സംഘർഷത്തിലേക്ക് എത്തി. അപ്പോൾ എക്സാമിനേഷൻ കഴിഞ്ഞ് ആ സംഘർഷ സ്ഥലത്തേക്ക് എത്തിയ +2 വിദ്യാർത്ഥികളെ, ആ കുട്ടികൾ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവരവിടെ നോക്കി നിൽക്കെ അവിടുത്തെ കുറേ ഓട്ടോറിക്ഷക്കാർ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാരൊന്നുമില്ല, ആ പ്രദേശത്തെ ഓട്ടോറിക്ഷക്കാർ 90% ഓട്ടോറിക്ഷക്കാരും ജീവിക്കാൻ വേണ്ടി നടത്തുന്ന വളരെ മാന്യരായ ഓട്ടോറിക്ഷക്കാരാണ്. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയാനായിട്ട് അതിൽ 1-2 പേരുടെ പേരിൽ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസുള്ളവരാണ്. അവരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന കുറേ ആളുകളും ഈ +2 വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ജംഗ്ഷനിൽ ഇട്ട്. അതേതാണ്ട് 4 മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അതിലൊരു കുട്ടിയുടെ കഴുത്തിന് മാരകമായിട്ടുള്ള പരിക്കേറ്റു. ഈ കുട്ടിയെ ആശുപത്രി എത്തിക്കാൻ പോലും അവിടുന്ന് കേവലം 100 മീറ്റർ അപ്പുറമാണ് ഉഴവൂർ താലൂക്ക് ആശുപത്രി. ഗവൺമെൻറ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും ഈ ക്രിമിനലുകൾ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. സംഭവ സ്ഥലത്ത് 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. 3 പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ ആ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ക്രിമിനലുകൾ സമ്മതിക്കത്തില്ല. അപ്പോൾ തങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ ഭയന്ന ആ +2 വിദ്യാർത്ഥികൾ തങ്ങളുടെ സുഹൃത്തുക്കളെ വിളിക്കുന്നു, രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. അതിന് തൊട്ടടുത്തുള്ള കരൂർ പോലുള്ള പ്രദേശങ്ങളിലെ കുട്ടികളാണ് ഇതിനകത്ത് ഈ മർദ്ദനമേക്കുന്നത്. അവർ തീർച്ചയായിട്ടും തങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ രക്ഷപ്പെടുത്താനുള്ള അവരുടെ വരവ് ഇതിനെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവിടെ എത്തിയപ്പോഴും ഈ ക്രിമിനലുകളായ ഈ പറയുന്ന ഓട്ടോറിക്ഷക്കാരും കുറേ ആളുകളോട് കൂടി അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയും. ഇതേ കാര്യത്തിലാണെങ്കിലും ശരി, ഈ പറയുന്ന ഉഴവൂരിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായി. ആദ്യം വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഓട്ടോക്കാരും ഇടപെടുന്നു. ആരാണ് ആ പ്രശ്നം നിയന്ത്രിക്കേണ്ടത്? ആ പ്രശ്നം നിയന്ത്രിക്കാൻ അവിടെ 20 മിനിറ്റിനുള്ളിൽ പോലീസ് വന്നല്ലോ. അവരാ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ ഉദ്യോഗസ്ഥൻ തന്നെ ഈ കുട്ടികളെ പറഞ്ഞ് ശാന്തരാക്കുന്നു. അവിടെ ഒരു സമാധാന അന്തരീക്ഷം വരുന്നു. അവിടുത്തെ പൊതുപ്രവർത്തകർ, ഈ പറഞ്ഞ ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്തെ CPIM അടക്കമുള്ള പാർട്ടികളുടെ പൊതുപ്രവർത്തകരടക്കം ഇടപെട്ട് ആ വിഷയം ശാന്തമാക്കിയ സമയത്താണ് താങ്കൾ ഈ പറഞ്ഞ ആളുകൾ വരുന്നത്. DYFIയുടെ മേഖലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവര് ചെന്നിട്ടാണ് പോലീസിനെ മെക്കിട്ട് കയറുന്നത്. അവരാണ് പോലീസിനെ അടിച്ച് താഴെയിടുന്നത്. അതിനെന്ത് ന്യായമാണുള്ളത്? അഭിലാഷേ, ചോദ്യം ഇത്രയേ ഉള്ളൂ. കഴുത്തിന് പരിക്കേറ്റ കുട്ടീനെ 100 മീറ്റർ മാത്രം അപ്പുറത്തുള്ള സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാൻ 1 മണിക്കൂർ സമയം തടസ്സം നിന്നവരെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? സ്വാഭാവികമായിട്ട് അത് ചോദ്യം ചെയ്യപ്പെടും. അവിടെ ആ സംഭവ സ്ഥലത്ത് 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉള്ളതാണ്. അവിടെ ഉത്തരവാദിത്തത്തോടെ പറയുന്നത് 3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താല്പര്യമായിരുന്നു കൊണ്ടുപോകാനായിട്ട്. പക്ഷേ ഈ ക്രിമിനൽ കൂട്ടം അതിന് അനുവദിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുട്ടിയെ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, കഴുത്തിന് പരിക്കേറ്റ ഒരു കുട്ടിയെ ആശുപത്രി കൊണ്ടുപോകാൻ പോലും വിസമ്മതിച്ച് തടസ്സം നിന്നവരെ പിന്നെ ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ബലമായിട്ട് ഈ വിദ്യാർത്ഥി ആശുപത്രി കൊണ്ടുപോയി എത്തിച്ചു. കേരളത്തിലെ ഒരു സ്ഥലത്ത് ഓട്ടോ ഡ്രൈവർമാർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ DYFIയുടെ മേഖലാ കമ്മിറ്റിയുടെ ചുമതലയാണോ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക, അവിടെ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ? അങ്ങനെ DYFI മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണോ ഇത്തരം കാര്യങ്ങളിലൊക്കെ? പുതിയ ആധുനിക കേരളത്തിൽ ഇപ്പോ ലോ ആൻഡ് ഓർഡർ സംവിധാനം ഇങ്ങനെയാണോ? ഒരൊറ്റ സെക്കൻഡ് റെജി ലൂക്കോസ്, നമുക്ക് ഇപ്പോൾ ആ സീനിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതൊന്ന് കേട്ടിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. ഇല്ലെങ്കിൽ പിന്നെ ഈ വർഷം മാത്രമാണെന്ന് വിചാരിക്കും. ആ പോലീസുകാരൻ പറയുന്നത് നമുക്ക് കേൾക്കാം. നമസ്കാരം. ഞാൻ അന്നേ ദിവസം ഡ്യൂട്ടി ഓഫീസറിന്റെ ചാർജ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ഏറ്റുമാനൂർ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് എന്റെ മേൽ ഓഫീസർക്ക് അവിടെയായിരുന്നു. അപ്പൊ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ നമ്മുടെ 112 കോളുകളൊക്കെ വരും. ടാബിൽ വരുന്ന കോളുകളാണ്. അപ്പൊ അത് 20 മിനിറ്റിനുള്ളിൽ നടപടി എടുക്കുന്നത്. അപ്പൊ അമ്മാതിരി ഒരു കോളാണ് ഈ ഉഴവൂര് സ്കൂളിൽ കുട്ടികളും ഓട്ടോറിക്ഷക്കാരും തമ്മിൽ ഉണ്ടായത് പ്രശ്നമെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന്
കുട്ടികളെയൊക്കെ ഞാൻ അവിടെ പലപ്പോഴും SPCക്കും സ്കൂളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത് കൊണ്ട് അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ എന്നെ നല്ല പരിചയമുണ്ട്. പരിക്ക് പറ്റിയ ഒരു കുട്ടിയോട് ഞാൻ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നീ ഹോസ്പിറ്റലിൽ പോയി ഞാൻ കേസ് എടുത്തോളാം എന്ന് പറയുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോവുകയും തുടർന്ന് ആരെയൊക്കെ വിളിച്ചു വരുത്തുകയാണ്, പുറത്തുനിന്ന് ഉള്ള ആൾക്കാരെ വിളിച്ചു വരുത്തി അവർ വന്ന വഴിക്ക് തന്നെ യൂണിഫോം ഇട്ട എന്നോട് വളരെ മോശമായിട്ട് ഉപസ്ഥിതിയുടെ ഏറ്റവും ഈ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് തന്നെ ഏറ്റവും നിന്ദ്യമായ ഭാഷ എടുത്തിട്ട് ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ്, എടാ കേസ് എടുത്തില്ലെങ്കിൽ നിന്നെ അടിക്കുമെന്നൊക്കെ പറഞ്ഞു, വളരെ പിടിക്കണമെന്നൊക്കെ പറഞ്ഞു വളരെ മോശമായിട്ട് നിന്ദിച്ച് സംസാരിച്ചു. എന്നെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. ഇത് ചോദ്യം ചെയ്ത് പ്രാദേശിക രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അവർ ചോദ്യം ചെയ്തപ്പോൾ അവരോടും വളരെ മോശമായി നിന്ദിച്ച് സംസാരിച്ചു. അവർ തമ്മിൽ ഇങ്ങനെ ഒരു മോശം ഇതായപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്താണ് കുട്ടി വിളിച്ചു വരുത്തിയ എന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളവരല്ല അവർ, പക്ഷെ അതുകൊണ്ടായിരിക്കും എന്നെ അറിയത്തുമില്ലായിരുന്നു. അവർ വന്ന വഴിക്ക് തന്നെ എന്നെ തെറി വീണ്ടും പറയുകയും ഒരാൾ എന്റെ തലക്കിട്ടടിക്കുകയും മറ്റൊരാൾ എന്റെ കർണത്തിട്ടടിക്കും. എന്റെ 29 വർഷത്തെ സർവീസിൽ ഞാൻ എല്ലാവരുടെ ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ജനമൈത്രി പോലീസിന്റെ സംവിധാനത്തിൽ പോകുന്ന ഒരു പോലീസ് ഓഫീസറാണ്. കുഞ്ഞുണ്ണി മാഷിനെ സ്മരിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കണം. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷം. അപ്പൊ അത്രയും കുട്ടികൾക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ ഒക്കെ മുന്നിൽ വെച്ച് എന്നെ വളരെ അധിക്ഷേപ വർഷം നടത്തി അതുപോലെ അടിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് സർവീസിലല്ല, എന്റെ ജീവിതം മരണം വരെ എനിക്ക് അത് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവരോട് നിന്ദ്യമായ ഭാഷ ഉപയോഗിച്ചിട്ടില്ല. അത് ഒരു കാര്യവുമില്ല, കാരണം ഞങ്ങൾ ഇന്ന രാഷ്ട്രീയക്കാരാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പൊതുപ്രവർത്തകരെ കുട്ടികളെയൊക്കെ ഉൾപ്പെടെയാണ് അസഭ്യം പറയുന്നത്. അപ്പൊ പോലീസ് ജോലിയിൽ വളരെ വൈകാരികമായി തന്നെ ഞാൻ പറയുന്നു, വളരെ ബുദ്ധിമുട്ടുണ്ട്. പോലീസ് ജോലി ചെയ്യുന്നതിന് യൂണിഫോം ഇടുമ്പോൾ ഒരു സംരക്ഷണം കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ട് പലപ്പോഴും. ഇമാതിരി ഒരു യൂണിഫോം ഇട്ട പോലീസുകാരനെ, അത് ഞാൻ സത്യധർമ്മങ്ങളെയൊക്കെ മുറുകെ പിടിക്കുന്ന ഒരാൾ തന്നെയാണ്, സംശുദ്ധ വ്യക്തിത്വമായിട്ട് തന്നെ അഭിമാനത്തോടെ പറയുന്ന ഒരാളാണ്. അപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കാക്കിയിട്ട യൂണിഫോംധാരിയെ മർദ്ദിക്കുക, അടിച്ച് താഴെ ഇടുക എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹത്തിന്റെ വലിയ ഒരു ചോദ്യചിഹ്നമാകേണ്ടതാണ്. നമസ്കാരം. ഇതാണ് ശ്രീ റെജി ലൂക്കോസ് സംഭവിച്ചത്. അവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടായി, അതിനകത്ത് ചില ഓട്ടോറിക്ഷക്കാരും ഇടപെട്ടു. അങ്ങനെ അതിഭീകരമായ സംഭവമൊന്നുമല്ല. ഇപ്പോൾ നാട്ടുമ്പുറങ്ങളിലൊക്കെ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പുണ്ടാവുക, പിടിച്ചു തള്ളുക, അടി ഉണ്ടാവുക, ഇതൊക്കെ ദൗർഭാഗ്യവശാൽ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ കഴിഞ്ഞു, പോലീസ് അവിടെ വന്നു. ഒരു പരിക്കേറ്റ കുട്ടിയോട് മോനെ നീ ആശുപത്രി പൊക്കോടാ എന്ന് പറയുകയും കേസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറയുകയൊക്കെ ചെയ്ത് സമാധാനിപ്പിച്ചു. അവിടെയുള്ള അധ്യാപകരുണ്ട്, എല്ലാ പാർട്ടികളുടെ ആളുകളുണ്ട്, ഓട്ടോറിക്ഷക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിനെല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് സമാധാനമായി ശാന്തമായി വന്നു. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവിടെ ഭരിക്കാൻ വേണ്ടിയിട്ടൊരു പുതിയ ടീം അങ്ങ് വരികയാണ്. ആ ടീമാണ് ഈ എന്താ പറയുക ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. താങ്കൾ പറഞ്ഞ അവിടെ ഓട്ടോറിക്ഷക്കാരെ എന്തോ പ്രതിരോധിച്ചു. ഓട്ടോറിക്ഷക്കാരെ അല്ല, ഈ പോലീസുകാരനെയാണ് ഇയാൾ പറയുന്നത് കേട്ടില്ലേ. അസഭ്യം പിടിച്ചുകൊണ്ടാണ് വന്നത്. വന്ന വഴിക്ക് തന്നെ അടി തുടങ്ങി, അടിച്ചു, മുഖത്തടിച്ചു, നിലത്തിട്ട് ചവിട്ടി. ശരി, ഇപ്പോൾ ഈ അവിടെ ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നാണ് പ്രശ്നമെങ്കിൽ അതിന് പോലീസുകാരനെ തല്ലുക എന്നുള്ളത് നിർബന്ധമായിരുന്നോ? അഭിലാഷേ, ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടനയെ, യുവാക്കളുടെ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം നിങ്ങൾ പ്ലാൻ ചെയ്ത് ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കത്തില്ല. ഞാൻ ഈ പറയുന്ന വസ്തുത ഞാൻ അനുകൂലിക്കത്തില്ല. ഞാൻ വളരെ ശക്തമായിട്ട് അപലപിക്കുന്ന ഒരാളാണ്. ഈ ചെയ്ത ആളുകളെ താങ്കൾ തള്ളിപ്പറയുകയും സംഘടനയുടെ പൊതുധാരയോട് ചേർന്ന് നിൽക്കാത്ത പ്രവൃത്തിയാണ് അവരിൽ നിന്നുണ്ടായത്, അത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് താങ്കൾ അതിനെ അപലപിക്കുകയും അതിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നെങ്കിൽ ശരി, ഞാനത് അംഗീകരിക്കാമായിരുന്നു. ഇത് താങ്കൾ അത് അവിടെ അത്യാവശ്യമായിട്ട് കുട്ടികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇത് ഇങ്ങനെ വേണ്ടി വന്നു എന്നുള്ള മട്ടിൽ ആ ധ്വനിയിൽ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലല്ല, അത് അഭിലാഷിന് തോന്നുന്നു. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ 2 മണിക്കത്തെ ചർച്ചയ്ക്കും ഇപ്പോഴും ചർച്ച തുടങ്ങിയത് തന്നെ ആ ഉദ്യോഗസ്ഥനെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു തന്റെ കർശനമായ രീതിയിലുള്ള ഞാൻ അപലപിച്ച ചർച്ച തുടങ്ങുന്നത്. തന്നെ ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോട് ഞാൻ അന്വേഷിച്ചു. അദ്ദേഹം കുട്ടികൾക്ക്, അതായത് പ്രത്യേകിച്ച് സ്കൂൾ സ്റ്റുഡൻസിന് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതൊക്കെ ഞാൻ ഉച്ചക്കത്തെ ചർച്ചയിൽ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞത്. ഇത് അന്വേഷിച്ചിട്ട് തന്നെ പറഞ്ഞത്, ഞാൻ വൺ സൈഡല്ല ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ വശവും കേൾക്കാണ്ടാണ് ഈ മനഃപൂർവ്വം ഒരു പ്രസ്ഥാനത്തിനെ ഇഴുത്തി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചർച്ചയുടെ തുടക്കത്തിലൂടെ ശ്രമിക്കുന്നുള്ളവരെ മുഴുവരുത്ത നിവാസികൾക്കെല്ലാം അറിയാം. ഈ സംഭവം 100 കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഉഴുവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞത് എൻ്റെ നാട്, ഞാൻ അവിടുത്തെ കോളേജ് പഠിച്ച ആളും കൂടെയാണ്, വർഷങ്ങൾക്ക് മുമ്പാണെങ്കിലും. ഉഴവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനെ സംഘർഷാവസ്ഥയൊന്നുമില്ല. ഈ സംഭവം നടക്കുമ്പോഴും അവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾ ഇടപെടുകയും അത് സമാധാന അന്തരീക്ഷത്തിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളത് ആ ഉദ്യോഗസ്ഥൻ തന്നെ ഉച്ചക്കത്തെ ചർച്ച, ഞാനിരിക്കുന്ന ചർച്ചയിൽ പറഞ്ഞതാണ്. അത് വളരെ കൃത്യമാണ്.
അവിടെ ഡിവൈഎഫ്ഐ വന്ന് ഭരണം കയ്യിലെടുത്ത് നിങ്ങൾ പറഞ്ഞാൽ എന്തൊരു തെറ്റാ. ഒരു മണിക്കൂർ നേരം, ഒറ്റ മണിക്കൂർ നേരം 16-17 വയസ്സുള്ളൊരു വിദ്യാർത്ഥിയെ കഴുത്തിനടിച്ച് താഴെ ഇട്ടിട്ട് ഒറ്റ മണിക്കൂർ ആശുപത്രി കൊണ്ടുപോകാൻ പോലും തയ്യാറായ തടഞ്ഞു വെച്ചത് ക്രിമിനലുകളെ നിങ്ങൾ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതെന്താ ഉട്ടോപ്പിയാണോ? പോലീസുകാരനെ തല്ലിയ ക്രിമിനലുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിടെ കുട്ടികളെ തല്ലിയ ക്രിമിനലുകളെ ആരും ന്യായീകരിച്ചു? അവരെ പിടിക്കാനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ഇവിടെ സിസ്റ്റം ഇല്ലേ? അതിന് പാരലായിട്ട് വേറെ സിസ്റ്റം റൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? താങ്കൾ പറയുന്ന വാദം മുഖവിലക്കുകയാണെങ്കിൽ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്ത് മനുഷ്യത്വമില്ലായ്മയാ ഈ അഭിലാഷ് പറയുന്നത്? ഒരു പാവം കുട്ടിയെ നോക്കി നിന്നൊരു കുട്ടിയുടെ കഴുത്തിന് മാരകമായിട്ട് അടിച്ച് പരിക്കേൽപ്പിച്ച ആ കുട്ടിയുടെ പാലാ ഹോസ്പിറ്റലുണ്ട്. ആ കുട്ടിയെ ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു സംഘം വളഞ്ഞു വെച്ച് ആശുപത്രി കൊണ്ടുപോകാൻ തയ്യാറായിരുന്നപ്പോൾ അത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ പോലീസുകാരെ പോലെ തടഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കേരളത്തിൽ സംഭവിച്ചെന്ന് പറയും. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി കുറവിലങ്ങാട് SI നേരത്തെ പറഞ്ഞത് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞത് അങ്ങ് കേട്ടതല്ലേ ശ്രീ റെജി ലൂക്കോസ്? ഇതുപോലെ അവിടെ ഭീകരാന്തരീക്ഷം ഉണ്ടായിരുന്നു, ഈ കുട്ടിയെ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നാണോ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഈ കുട്ടിയോട് പറഞ്ഞു, മോനെ നീ ആശുപത്രിയിൽ പൊക്കോളൂ, ഞാൻ കേസ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് എല്ലാവരെയും സമാധാനിപ്പിച്ചു. അവിടുത്തെ പൊതുപ്രവർത്തകർ ഇടപെട്ടു. അവിടെ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മറ്റു പാർട്ടികളെല്ലാം ഉണ്ടല്ലോ. എല്ലാ പൊതുപ്രവർത്തകരും ഇടപെട്ടു. ആ വിഷയം ശാന്തമായതിനു ശേഷം പോലീസുകാരനെ വന്ന് എന്തിന് തല്ലി എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതല്ലാതെ ഓട്ടോറിക്ഷക്കാര് കുട്ടികളെ അടിച്ചത് ശരിയായില്ല, അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലടിച്ചത് ശരിയായില്ല എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം. അല്ല, അഭിലാഷ് പറഞ്ഞത് വസ്തുതാപരമായിട്ട് തെറ്റാണ്. ഒരു മണിക്കൂറായിട്ട് ഈ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകുന്നില്ല. 100 മീറ്റർ അപ്പുറത്തുള്ള ഉഴവൂർ സർക്കാർ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോകാൻ നിർബന്ധിച്ചിട്ടും ഇവർ സമ്മതിക്കുന്നില്ല. ഇപ്പൊ ഞങ്ങളുടെ അഭിലാഷിനെ തല്ലി നിലത്തിട്ട് കഴിഞ്ഞാൽ അഭിലാഷിനെ സഹപ്രവർത്തകർ വളഞ്ഞു വെച്ചിട്ട് ആ അഭിലാഷ് ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞ് നിങ്ങളുടെ മാനേജ്മെന്റ് എടുക്കുന്ന നടപടി എന്താ? അങ്ങനെ ന്യായമായി പറയുന്നത് മുഴുവൻ സമയത്തുണ്ടായിരുന്ന SI പറഞ്ഞത് എന്താണെന്ന് കേൾപ്പിച്ചു. ഇനി അതിൽ കൂടുതൽ അതിനകത്ത് തർക്കമില്ലല്ലോ. എന്താണ് സിറ്റുവേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞാണ്. ഇനി അതൊന്നും കൂടി കേൾപ്പിക്കാന്ന് പറഞ്ഞാൽ കേട്ടാലും താങ്കൾക്ക് വിശ്വാസമാവില്ലല്ലോ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് അവർ അരിയാഹാരം കഴിക്കുന്ന ആളുകളായതുകൊണ്ട് ഒറ്റത്തവണ കേട്ടതിൽ എന്താണ് സംഭവിച്ചത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ അത് വീണ്ടും കേൾപ്പിക്കുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ആ പോലീസുകാരൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്താണ് സംഭവിച്ചത് എന്ന്. അതുകൊണ്ട് ഇനിയിപ്പോ താങ്കള് ഞാൻ അത് പിന്നെയും കേൾപ്പിച്ചാലും അങ്ങനെ അല്ല എന്നല്ലേ പറയുള്ളൂ. അത് കേൾപ്പിക്കുന്നില്ല. എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. ശ്രീ MK ഹരിദാസ്, എന്റെ ഒരു ചോദ്യം, ഈ ഒറ്റ ക്വസ്റ്റ്യൻ മറുപടി പറഞ്ഞാൽ മതി. ഈ ഒരു മണിക്കൂർ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിന്നിട്ട് എന്തുകൊണ്ടാണ് ആ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാഞ്ഞേ? അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നല്ലേ നേരത്തെ SI പറഞ്ഞത്. അവിടെ കാര്യങ്ങളൊക്കെ ശാന്തമാക്കി ആ കുട്ടിയോട് മോനെ നീ ആശുപത്രിയിൽ പോയിക്കോളൂ, ഞാൻ കേസ് എടുത്തോളാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചയച്ചു എന്ന് നേരത്തെ SI പറഞ്ഞത് കേട്ടതല്ലേ താങ്കളും? SI അവിടെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആളല്ലേ? പോലീസുകാരൻ കള്ളം പറയോ? അല്ല എന്റെ ഒരു എളിയ ചോദ്യം ചോദിക്കട്ടെ. നീ ആശുപത്രി പൊക്കോ, ഞാൻ ബാക്കി എടുത്തോളാം എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് കടമയല്ലേ ആ കുട്ടീനെ ആശുപത്രി കൊണ്ടെത്തിക്കുക എന്നുള്ളവരും പരിക്കേറ്റ് കിടക്കുന്ന ഒരു വിദ്യാർത്ഥി 17 വയസ്സുള്ള കുട്ടീനെ 100 മീറ്ററുള്ള ആശുപത്രി പോലീസുകാർക്കെതിരെ DYFIക്കാർക്കുണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു? കേസ് ഇന്ന ആളുകളെ ഇപ്പൊ പിടിക്കണം എന്നുള്ളതായിരുന്നു. അല്ലാതെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ലെന്നോ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നോ ഉള്ളതായിരുന്നില്ല. അത് മനഃപൂർവ്വം താങ്കൾ ട്വിസ്റ്റ് ചെയ്യണ്ട.